0.00015 ഏതുകൊണ്ട് ഹരിച്ചാൽ 15 കിട്ടും? ഇതാണ് നമ്മുടെ ചോദ്യം അല്ലേ. 0.0015 ഏതുകൊണ്ട് ഹരിച്ചാൽ 15 കിട്ടും. അപ്പം ഞാൻ ചോദ്യം എഴുതുവാണെങ്കിൽ 0.00015 ഏത് സംഖ്യ കൊണ്ട് ഹരിച്ചാൽ, ആ സംഖ്യ നമുക്കറിയില്ല, ഹരിച്ചാൽ 15 കിട്ടും എന്നതാണ് ചോദ്യം അല്ലേ. അപ്പം 0.00015 ഡിവൈഡ് ബൈ എക്സ് ഈക്വൽ ടു 15. ഇനി നമുക്കറിയാം ഈ 15 ഇങ്ങ് താഴേക്ക് കൊണ്ടുവരും, എക്സിനെ അങ്ങ് മുകളിലേക്ക് കൊണ്ടുപോകും. അപ്പോൾ എങ്ങനെ വരും? എക്സ് ഈസ് ഈക്വൽ ടു അല്ലേ 0.00015 ഡിവൈഡഡ് ബൈ 15 എന്ന് വരും. ഇത് സോൾവ് ചെയ്താൽ എക്സ് കിട്ടും. എക്സ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഏത് സംഖ്യ കൊണ്ട് ഹരിച്ചാൽ എന്നല്ലേ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ എക്സ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഇനി മക്കളെ, ഇങ്ങനെ ദശാംശ സംഖ്യകൾ ഹരിക്കാനൊക്കെ വരുമ്പം നമ്മൾ യൂസ് ചെയ്യുന്ന മെത്തേഡ് എന്താ, അല്ലെങ്കിൽ എങ്ങനെയാണ് ചെയ്യുന്നത്? ശ്രദ്ധിച്ചോ. ഇങ്ങനെ ദശാംശ സംഖ്യകൾ ഹരിക്കേണ്ട വന്നാൽ നമ്മൾ ചെയ്യുന്ന മെത്തേഡ് ഒന്നുമില്ല. ആദ്യം നമ്മൾ ഇതിൻ്റെ എല്ലാം പോയിന്റ് കളഞ്ഞിട്ട് സംഖ്യകൾ എടുത്ത് തരണം. അപ്പോൾ 0.00015 15 എന്നായിട്ട് മാറും. താഴെ 15 അങ്ങനെ തന്നെ എഴുതി പോയിന്റ് കളഞ്ഞ് സംഖ്യകൾ എടുത്തെഴുതി. ഓക്കെ, അടുത്ത സ്റ്റെപ്പ് മുകളിലത്തെയും താഴത്തെയും ദശാംശ സ്ഥാനങ്ങളുടെ എണ്ണം എണ്ണി നോക്കണം. ഡെസിമൽ പ്ലേസസ് മുകളിൽ മക്കളെ 4 അല്ല 5 ദശാംശ സ്ഥാനങ്ങളുണ്ട്. എന്നാൽ താഴെ ദശാംശ സ്ഥാനങ്ങളുടെ എണ്ണം 0 ആണ്. ഓക്കെ, മുകളിൽ 5 താഴെ 0. എവിടെയാണ് കുറവ്? താഴെ കുറവ്. എത്ര എണ്ണം കുറവുണ്ട്? 5 എണ്ണത്തിൻ്റെ കുറവുണ്ട്. എത്ര എണ്ണത്തിൻ്റെ കുറവുണ്ടോ അത്രയും 0 കുറവുള്ളിടത്ത് ചേർക്കണം. താഴെ 5 പൂജ്യങ്ങളുടെ കുറവുണ്ട്. അപ്പോൾ താഴെ 5 പൂജ്യമുള്ള സംഖ്യ കൊണ്ട് അല്ലെങ്കിൽ 1,00,000 കൊണ്ട് ഗുണിക്കുന്നതായിരിക്കും ഉത്തരം. ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. ഒന്നുകൂടെ പറയാൻ ഞാൻ ചെയ്ത മെത്തേഡ് എക്സ് ഈക്വൽ ടു കണ്ടുപിടിക്കണം അല്ലേ. 0.00015 ഏത് സംഖ്യ കൊണ്ട് ഹരിച്ചാൽ 15 കിട്ടുമെന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ എക്സ് കൊണ്ട് ഹരിച്ചാൽ 15 കിട്ടുമെന്ന് എടുത്തു, അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി അല്ലേ. അപ്പോൾ എക്സ് ഈക്വൽ ടു 0.0015 ബൈ 15 എന്ന് വന്നു. മുകളിലത്തെയും താഴത്തെയും ദശാംശ സ്ഥാനങ്ങൾ ഞാൻ എണ്ണി നോക്കി. മുകളിൽ 5 താഴെ 0. എവിടെയാണോ കുറവുള്ളത് കുറവുള്ളോടത്ത് കുറവുള്ള അത്രയും 0 ചേർക്കണം. ആദ്യം ദശാംശ സ്ഥാനങ്ങൾ കളഞ്ഞ് എടുത്തെഴുതി, എന്നിട്ട് ദശാംശ സ്ഥാനങ്ങൾ എണ്ണി നോക്കിയിട്ട് ദശാംശ സ്ഥാനം കുറവുള്ളടത്ത് അത്രയും 0 ചേർത്ത്. ഇനി ഇത് സോൾവ് ചെയ്തെടുക്കുന്നതായിരിക്കും ഉത്തരം മക്കളെ. വേറൊന്നുമില്ല, പരിപാടി തീർന്നു. ഇത് സോൾവ് ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾ നോക്കിക്കേ, ഇത് സോൾവ് ചെയ്യുമ്പോഴത്തേക്കും 15 വെട്ടിപ്പോയി ആൻസർ 1 ഡിവൈഡഡ് ബൈ 1,00,000 1,00,000 എന്ന് കിട്ടും. സോ എക്സിൻ്റെ വില ഇതാ. അതായത് 1/1,00,000 കൊണ്ട് ഹരിച്ചാലാണ് നമുക്ക് 15 എന്ന സംഖ്യ കിട്ടുന്നത്. ഇതാണ് ഒന്നാമത്തെ ചോദ്യം ചെയ്യുന്ന മെത്തേഡ്. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു.